ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിലിൽ കണ്ടു, ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് ഫ്രീ ആയിട്ടൊരു ഫോൺ കിട്ടിയിരുന്നു. അപ്പോൾ എനിക്കൊരു ഫോൺ ഉണ്ടായിരുന്നു, അസ്യൂസിൻ്റെ ഫോണാണ്. ആ ഒരു ഫോൺ ലോക്ക്ഡൗൺ സമയത്ത് പൊട്ടിപ്പോയി. ഡിസ്പ്ലേ വെറുതെ പോയതല്ല, ഞാൻ കുത്തി പൊളിച്ചതാണ്. അപ്പോൾ ആ കുത്തി പൊളിച്ചതിൻ്റെ വളരെ രസകരമായിട്ടൊരു സ്റ്റോറിയാണ്. അപ്പോൾ നമ്മളത് അടുത്ത ദിവസം ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഫോൺ പോയി നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുത്തു. പക്ഷെ ഒരു കടയിലും എൻ്റെ സ്പെയർ ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു ഫോൺ എടുക്കുകയാണ് ഉണ്ടായത്. കാരണം നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മൾ പുതിയൊരു ഫോൺ എടുത്തു. നമ്മളെടുത്ത ഫോൺ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചുതരാം. കേട്ടോ, ഇതാണ് നമ്മളെടുത്ത ഫോൺ. റിയൽമി X2 ആണ്. 4GB 64GB വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ചെറിയൊരു അൺബോക്സിങ്, നമ്മൾ അൺബോക്സ് ചെയ്ത് ആ ഒരു ഫോണിലാണ് ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. എന്നാലും അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, ആ ഒരു ഫോൺ എങ്ങനെ കൊള്ളാമോ, ഗെയിമിങ്, ക്യാമറ, അങ്ങനെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ആ രസകരമായ സ്റ്റോറി ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യും. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആ ഒരു ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്യാം. നമ്മുടെ ബോക്സ് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ആ ബോക്സിൽ നമ്മുടെ റിയൽമി X2 ഫോൺ, അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് കവറും, അതുപോലെ തന്നെ സിം ഇജക്ഷൻ ടൂളും, പിന്നെ നമുക്കത് നമ്മുടെ ചാർജറുമാണുള്ളത്. USB Type-C പോർട്ടുള്ള ഒരു USB കേബിളും, അതുപോലെ തന്നെ 5 വോൾട്ടിൻ്റെ 2 ആംപിയർ ഉള്ള ഒരു ചാർജറുമാണുള്ളത്. നമുക്ക് 30 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഫോണാണിത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കാം. നമുക്ക് ഈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഞാൻ മേടിച്ചത് 4GB 64GB വേരിയൻ്റ് ആണ്. നമ്മളിത് ഓഫ്ലൈനായിട്ട് കടലിൽ നിന്നാണ് മേടിച്ചത്. ഏകദേശം 17,999 രൂപയാണ് നമുക്ക് ഈ ഒരു ഷോപ്പിലുള്ളത്. ഓൺലൈനിൽ വെറും 16,999 രൂപയാണ്. 1000 രൂപയുടെ വ്യത്യാസമുണ്ട് കടയിലും ഷോപ്പിലായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കാം. നമുക്ക് ഇതുവരെ 6.4 ഇഞ്ച് ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു റിയൽമി X2 അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കോർണിംഗ് Gorilla Glass 5 സപ്പോർട്ടറാണ് ഈ ഒരു ഡിവൈസിൽ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗ്ലാസ് പൊട്ടത്തൊന്നുമില്ല. വളരെ മികച്ചൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നമുക്കുള്ളത്. നല്ല സിനിമാറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ സിനിമയൊക്കെ അല്ലെങ്കിൽ വീഡിയോസൊക്കെ വളരെ പക്കയായിട്ട് കാണാൻ പറ്റുന്ന നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊസസ്സറിനെ പറ്റി പറയാം. Snapdragon 730G ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഗെയിമേഴ്സിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഡിവൈസാണ്. കാരണം നമുക്ക് അത്യാവശ്യം ഗെയിമൊക്കെ PUBG ഒക്കെ വളരെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിവൈസാണ് നമ്മുടെ റിയൽമി X2 എന്ന് പറയുന്നത്. ഞാൻ PUBG ഒക്കെ കളിച്ച് നോക്കി, അത്യാവശ്യം നല്ല ലാഗിലാണ്, നല്ല സ്മൂത്ത് ആയിട്ട് ഈ ഒരു ഡിവൈസിൽ കളിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇതിന്റെ ക്യാമറയെ പറ്റി നോക്കാം. ക്യാമറ എന്ന് പറയുന്നത് റിയർ ക്യാമറയിലെ 64 MBയുടെ ഒരു വൈഡ് ക്യാമറയും 8 MBയുടെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും 2 MBയുടെ ഒരു മാക്രോ ക്യാമറയും, അതുപോലെ തന്നെ 2 MBയുടെ ഒരു സെൻസറുമാണ് നമുക്ക് ഇതിന്റെ റിയറിൽ നമുക്ക് 4 ക്യാമറ ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ക്യാമറ ഒരു 32 MBയുടെ ഒരു അടിപൊളി ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ വീഡിയോസ്, ഞാനിപ്പോൾ ഒരു ഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. റിയൽമി X2ലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നല്ല മികച്ചൊരു ക്യാമറയാണ്. നമുക്ക് നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. റിയർ ക്യാമറയൊക്കെ വെച്ചാൽ സിനിമാറ്റിക് ഷോട്ട്സ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആണ് ഈ ഒരു ഡിവൈസിൽ. നമുക്ക് 4K 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും ഈ ഒരു ഡിവൈസിൽ. അതുപോലെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസും, പോർട്രേറ്റ് ഫോട്ടോസും, സെൽഫീസും, അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്യാമറയാണ് ഈ ഒരു ഫോണുള്ളത്. നമുക്ക് പുതിയ യൂട്യൂബ് വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നവർക്ക്, അല്ലെങ്കിൽ തുടങ്ങുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു ക്യാമറയാണ് ഇതിൻ്റെ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ്. എടുക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ ഫോൺ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ 4000 mAhന്റെ ബാറ്ററിയാണ് ലഭിക്കുന്നത്. ഞാൻ നേരത്തെ യൂസ് ചെയ്തത് 5000 mAhന്റെ ബാറ്ററിയാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിട്ട് എനിക്ക് തോന്നി. ഗെയിമൊക്കെ കളിക്കാനാണെങ്കിൽ, PUBG കളിക്കാനാണെങ്കിൽ 4 മണിക്കൂർ 4.5 മണിക്കൂർ കൂടുതലൊന്നും ഇതിൻ്റെ ബാക്കപ്പ് ലഭിക്കത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പോസിറ്റീവായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 വോൾട്ടിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാസ്റ്റ് ചാർജിങ് ആയതുകൊണ്ട് തന്നെ 1 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഫോൺ പെട്ടെന്ന് തന്നെ ചാർജ് ആവും. നിങ്ങൾക്ക് കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ചാർജ് വളരെ പെട്ടെന്ന് തന്നെ കൂടും. അതൊരു പോസിറ്റീവാണ്. പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോയാലും പെട്ടെന്ന് തന്നെ ചാർജ് കയറും. അതൊരു പോസിറ്റീവായിട്ടൊരു കാര്യമാണ് ഈ ഒരു ഫോണുള്ളത്. പിന്നെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഫോണാണ്, നല്ലൊരു ക്യാമറ ഫോണാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റും. ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളൊരു ഫോണാണ്. കളർ OS 6 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു ഫോണാണ്. ഗെയിമേഴ്സിനും അതുപോലെ തന്നെ ക്യാമറ വൈസ് നോക്കുന്നവർക്കൊക്കെ നല്ലൊരു ഫോണാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാം ഈ ഒരു ഫോൺ. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു ഫോൺ യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഈ ഒരു ഫോണിൻ്റെ അകത്ത്. എല്ലാം നല്ല രീതിയിൽ തന്നെ തോന്നി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു അൺബോക്സിംഗ് റിവ്യൂ ആണിത്. വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ പഴയ ഫോൺ കുത്തിപ്പൊളിച്ചതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യും. അത് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.